ഇര പിടിക്കാനോ അല്ലെങ്കിൽ ഇരയാവാതിരിക്കാനോ വേണ്ടി പരിസരത്തോട് ഇഴകിച്ചേരുന്നതിനെയാണ് ക്യാമഫ്ലാഷ് എന്ന് പറയുന്നത്. ഈ വാക്ക് കേൾക്കുമ്പോൾ ആദ്യം നമുക്ക് ഓർമ്മ വരുന്ന ഒരു ജീവിയാണ് ഓന്ത്. നമ്മുടെ എല്ലാവരും തെറ്റിദ്ധാരണ ഓന്ത് നിറം മാറിയാണ് പരിസരത്തോട് ഇഴകിച്ചേരുന്നത് എന്നാണ്. പക്ഷെ ഓന്തിന്റെ ഒറിജിനൽ നിറമാണ് പരിസരത്തിനോട് ഏറ്റവും ബ്ലെൻഡൻ ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ പിന്നെ എന്തിനാണ് ഓന്ത് നിറം മാറുന്നത്? എങ്ങനെയാണ് ഓന്ത് നിറം മാറുന്നത്? ഇന്നത്തെ വീഡിയോയിൽ ഇതാണ് ഡിസ്കസ് ചെയ്യുന്നത്. എൻ്റെ പേര് ഡോക്ടർ മേഘ വിൽസൺ. ഞാനൊരു വെറ്റിനറിയൻ ആണ്. ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റിനറി റിലേറ്റഡ് കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് വോയേജസ്. നമ്മൾ കരുതുന്നത് പോലെ ഓന്ത് നിറം മാറുന്നത് ഇങ്ങനെയല്ല. ഇതൊരു ഫേക്ക് വീഡിയോ ആണ്. കാർട്ടൂണുകളിലും അല്ലെങ്കിൽ ചില പെയിന്റിന്റെ പരസ്യങ്ങളിലൊക്കെ ഓന്ത് നിറം മാറുന്നത് ഇങ്ങനെയാണ് എന്നാണ് കാണിക്കാറ്. പക്ഷെ ഓന്ത് നിറം മാറുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നതിനെക്കാട്ടും മുന്നേ ഓന്ത് മാത്രമല്ല ഇങ്ങനെ നിറം മാറുന്നത് എന്നും കൂടെ ഓർമ്മിപ്പിക്കട്ടെ. ചില മീനുകൾ, ചില കണവകൾ, നീരാളികൾ ഇവയൊക്കെ ഇങ്ങനെ നിറം മാറാറുണ്ട്. പക്ഷെ ഇവരൊക്കെ നിറം മാറുന്നത് വ്യത്യസ്ത രീതികളിലാണ്. ഇവരുടെയൊക്കെ ശരീരത്തില് നിറങ്ങൾ നിറച്ച ചില സെല്ലുകൾ ക്രോമാറ്റോഫോഴ്സ് ഉണ്ട്. പ്രധാനമായും മഞ്ഞ നിറത്തിലും ചുവപ്പ് നിറത്തിലുമാണ് ഈ ക്രോമാറ്റോഫോഴ്സ് ഉണ്ടാവുക. ഇവ വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നതിനനുസരിച്ചാണ് ഓരോ ജീവികളും ആ നിറങ്ങളിൽ കാണപ്പെടുന്നത്. ഈ ക്രോമാറ്റോഫോറുകൾ ഉണ്ടെങ്കിലും ഇത് വികസിപ്പിച്ചും ചുരുക്കിയുമല്ല ഓന്ത് നിറം മാറുന്നത്. ഇതിന് താഴെയായി അല്ലെങ്കിൽ നടുവിലായി മെലനോഫോർ എന്ന് പറയുന്ന മറ്റൊരു സെല്ലും കൂടെ ഓന്തുകളിൽ ഉണ്ട്. മെലനോഫോർ മെലനിൻ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകളാണ്. മെലനിൻ എന്നുള്ളത് നമുക്ക് സുപരിചിതമായ പിഗ്മെന്റ് ആണ്. നമ്മുടെ സ്കിന്നിനും ഡിഫറെന്റ് ഷെയ്ഡ്സ് കൊടുക്കുന്നത് മെലനിൻ ആണ്. ഇവ വികസിക്കുകയും അല്ലെങ്കിൽ ചുരുങ്ങുകയും ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് പല ജീവികളും ഡാർക്കറായിട്ടും ലൈറ്ററായിട്ടും കാണപ്പെടുന്നത്. ചില ജീവികളിൽ ഇത് വളരെ മനോഹരമായിട്ടാണ് നടക്കുക, ഇതുപോലെ. പക്ഷെ ഓന്തുകളിൽ ഇങ്ങനെ മാത്രമല്ല സംഭവിക്കുന്നത്. മറ്റൊരു മെക്കാനിസം കൂടിയുണ്ട്. ഈ മെലനോഫോറിന് താഴെയായിട്ട് ഓന്തുകളിൽ മറ്റൊരു ലെയറും കൂടി ഉണ്ട്. വളരെ സൂക്ഷ്മമായിട്ടുള്ള ചെറിയ ക്രിസ്റ്റലുകളാണ് ഈ ലെയറിൽ. നല്ല ഓർഡറിൽ ഒരേ ദൂരത്തിൽ അടക്കി വെച്ചിരിക്കുന്ന ഈ ക്രിസ്റ്റലുകൾ ഇവയിലേക്ക് വരുന്ന ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യും. പക്ഷെ ഓന്തിന് ഈ ക്രിസ്റ്റലുകൾക്കിടയിലുള്ള ദൂരം കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അതുകൊണ്ട് തന്നെ ഓരോ ദൂരത്തിലും ഈ ക്രിസ്റ്റലുകൾ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഓരോ നിറത്തിലുള്ള ലൈറ്റുകളെ ആയിരിക്കും. നമ്മളുടെ കണ്ണില് ഏത് നിറമാണോ പതിയുന്നത് ആ കളറിലായിരിക്കും നമുക്ക് ഓന്തിനെ കാണാൻ കഴിയുക. ഞാൻ നേരത്തെ പറഞ്ഞ ക്രോമാറ്റോഫോർ മഞ്ഞയും ചുവപ്പും നിറത്തിലാണെങ്കിലും പച്ച നിറത്തിൽ പലപ്പോഴും നമ്മൾ ഓന്തിനെ റിലാക്സ് സ്റ്റേറ്റിൽ കാണുന്നതിന് കാരണം ഈ ക്രിസ്റ്റലുകൾ പ്രധാനമായും റിലാക്സ് സ്റ്റേറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന നിറം നീല ആയതുകൊണ്ടാണ്. നീല മഞ്ഞ ക്രോമാറ്റോഫോർ ആയിട്ട് കൂടിയിട്ടാണ് നമുക്ക് പച്ച നിറം കിട്ടുന്നത്, അല്ലെങ്കിൽ പച്ച നിറത്തിൽ ഓന്തിനെ കാണാൻ കഴിയുന്നത്. ഇനി ഇതിന് താഴെ മറ്റൊരു ലെയർ ക്രിസ്റ്റൽ കൂടി ഉണ്ട്. പക്ഷെ അത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഈക്വി ഡിസ്റ്റന്റ് ആയി അങ്ങനെയൊന്നല്ല ഇരിക്കുന്നത്. വളരെ ഡിസോർഗനൈസ്ഡ് ആയി അവിടെയും ഇവിടെയുമായിട്ടാണ് ഈ ക്രിസ്റ്റലുകൾ കാണപ്പെടുന്നത്. ഇതിന്റെ പ്രധാന ഉദ്ദേശം വലിയ വേവ് ലെങ്ത് ഉള്ള ലൈറ്റുകളെ റിഫ്ലക്റ്റ് ചെയ്യാനാണ്. അത് പലപ്പോഴും നമ്മളെ കാഴ്ചയിൽ നിൽക്കുന്ന ലൈറ്റുകളല്ല, ഇൻഫ്രാറെഡ് പോലെയുള്ള ലൈറ്റുകളാണ് പ്രധാനമായിട്ടും ഈ ക്രിസ്റ്റലുകൾ റിഫ്ലക്റ്റ് ചെയ്യുക. ഇതിവരെ സഹായിക്കുന്നത് അതുകൊണ്ട് തന്നെ നിറം മാറാനല്ല, ചൂടിൽ നിന്ന് രക്ഷ നേടാനാണ്. ഇനി വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഓന്ത് നിറം മാറുന്നത് ക്യാമഫ്ലാഷിനല്ല എങ്കിൽ പിന്നെ എന്തിനാണ്? അവരുടെ മൂഡിനനുസരിച്ചാണ് അവർ നിറം മാറുന്നത്. അതായത് എക്സൈറ്റഡ് ആയിട്ടുള്ള സമയങ്ങളിലാണ് അവർ കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് കാണപ്പെടുന്നത്. അത് ചിലപ്പോൾ മറ്റൊരു ആണോന്തുമായി തല്ലുണ്ടാക്കുന്ന സമയത്തായിരിക്കാം, അല്ലെങ്കിൽ പെണ്ണോന്തിനെ അട്രാക്ട് ചെയ്യാനായിരിക്കാം. ഇനി ഡാർക്കർ ഷെയ്ഡുകളിൽ ഓന്തിനെ കാണുന്നത് പലപ്പോഴും ഒരു ഫൈറ്റ് കഴിഞ്ഞ് ഡിഫീറ്റ് സമ്മതിക്കുമ്പോൾ അല്ലെങ്കിൽ പരാജിതനാവുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ അട്രാക്ഷൻ തോന്നുന്നില്ല എന്ന് കാണിക്കാനായിരിക്കാം. സോ നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഓന്ത് നിറം മാറുന്നത് പരിസരത്തിനനുസരിച്ചല്ല. ഇത് നിങ്ങൾക്ക് മുന്നേ അറിയുന്ന ഒരു കാര്യമായിരുന്നോ? ആണെങ്കിലും അല്ലെങ്കിലും താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.